Welcome to NCERT Plus 9 Plus 2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക് ഡൈപോൾ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സമ്മറിയിലെ പോയിന്റ്സ് ആണ് ഇതെല്ലാം നമ്മൾ ഇന്ന് ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്തത്. An electric dipole is a pair of equal and opposite charges q and minus q separated by some distance 2a. Its dipole moment vector p has magnitude 2qa. See, dipole moment vector p has magnitude 2qa and is in the direction of the dipole axis from minus q to q. Field of an electric dipole in its equatorial plane, that is the plane perpendicular to its axis and passing through its center at a distance r from the center is given by നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണ് minus p by vector p by 4 pi epsilon naught into 1 by a square plus r square the whole power 3 by 2, which will be for the case of, okay, and for the position vector r is less than a, the electric field will be approximately equal to minus vector p divided by 4 pi epsilon naught r cube. And dipole electric field on the axis at a distance r from the center is given by, the electric field is given by 2 vector p r divided by 4 pi epsilon naught into r squared minus a squared the whole square. And for r, which is much greater than a, the electric field is given by, a could be neglected, so it will be given by 2 vector p divided by 4 pi epsilon naught r cube. Okay. And see, and one more thing, the 1 by r cube, this is 1 by r cube. Okay, 1 by r cube dependence of dipole electric fields should be noted in contrast to the 1 by r square dependence of electric field due to a point charge. അപ്പോൾ ഡൈപോൾ ഫീൽഡിന് 1 by r cube ഡിപ്പെൻഡൻസ് ആണുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ നമുക്കിന്ന് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. അത് ഒരു സബ് സെക്ഷൻ ആണ്, 1.11.2, that is the physical significance of dipoles. Physical significance of dipoles. Dipoles-ന്റെ physical significance എന്താന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ മിക്ക മോളിക്യൂളുകൾ എടുക്കുകയാണെങ്കിലും മിക്ക മോളിക്യൂളിനകത്തും ആ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജും, ആ മോളിക്യൂള് പോസിറ്റീവ് ചാർജും ഒരു ഏത് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ അതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജിന്റെ ആ സെന്ററും നെഗറ്റീവ് ചാർജിന്റെ സെന്ററും പോസിറ്റീവ് ചാർജിന്റെ സെന്ററും എടുക്കുകയാണെങ്കിൽ അത് ഒരേ സ്ഥലത്തായിരിക്കും മിക്ക മോളിക്യൂൾസിനും ഉണ്ടാവുക. അങ്ങനെ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ പ്ലേസിലായിരിക്കും മിക്ക മോളിക്യൂൾസിനും, മോസ്റ്റ് മോളിക്യൂൾസിനും ഇങ്ങനെയായിരിക്കും. സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജും ഒരേ സ്ഥലത്തുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. കാര്യം ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾസ് ക്യാൻസൽ ചെയ്യും അവിടെ. കാര്യം പോസിറ്റീവ് നെഗറ്റീവ് ചാർജും എന്താണ് 0 ആവുന്ന സെയിം പ്ലേസിലാവുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഡൈപോൾ മൊമെന്റ്സ് അവിടെ ക്യാൻസൽ ആവുകയാണ്. ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾസ് ക്യാൻസൽ ആവുന്നു. അങ്ങനെ അവരുടെ ഡൈപോൾ മൊമെന്റ് 0 ആവും. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, CH4, മീഥെയിൻ, ഇതൊക്കെ ഇതുപോലത്തെ മോളിക്യൂൾസ് ആണ്. ഈ പറഞ്ഞ പോലെ ഡൈപോൾ മൊമെന്റ് 0 ആയിട്ടിരിക്കുന്ന മോളിക്യൂൾസ് ആണ്. പക്ഷെ അങ്ങനെയുള്ളവർക്കും നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഡൈപോൾ മൊമെന്റ് കുഡ് ബി ക്രിയേറ്റഡ്. നെറ്റ് ഡൈപോൾ മൊമെന്റ് കുഡ് ബി ക്രിയേറ്റഡ്. അതായത് ബോണ്ട് ഡൈപോൾ ക്യാൻസൽ ചെയ്യാതെ ഒരേ സ്ഥലത്തേക്ക് അവ അലൈൻ ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് തന്നെ. അങ്ങനെ ഒരു ചെറിയ ഡൈപോൾ മൊമെന്റ് അവർക്കും അങ്ങനെ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റഡ് ആവും.
പക്ഷെ ചില മോളിക്യൂൾസിന് ഈ നെഗറ്റീവ് ചാർജിന്റെ സെന്ററും പോസിറ്റീവ് ചാർജിന്റെ സെന്ററും ഒരിക്കലും കൊളൈഡ് കോയിൻസൈഡ് ചെയ്യാറില്ല. അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചില മോളിക്യൂളിന് ഒരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ അവരുടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിന്റെ സെന്റേഴ്സും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അത് ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾസ് ഒന്നും ക്യാൻസൽ ചെയ്യാതെ ഇരിക്കുന്ന മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഒരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, സം മോളിക്യൂൾസ് ഹാവ് permanent electric dipole moment even without the application of electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുക്കാതെ തന്നെ അവരുടെ എന്താണ് ഒരു സെന്റേഴ്സ് നമ്മൾ കോയിൻസൈഡ് ചെയ്യാതെ ഇരിക്കാറുണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പോളാർ മോളിക്യൂൾസ് എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പോളാർ മോളിക്യൂൾസ് ചാർജ് സെപ്പറേഷൻ ഉള്ള മോളിക്യൂൾസ് ആണിവ. പോളാർ മോളിക്യൂൾസ്, അതായത് പോളാർ മോളിക്യൂൾസ് എന്ന വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, എന്തുകൊണ്ടാണ് നമ്മളിത് ഈ മോളിക്യൂൾസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെറ്റീരിയലുകളുടെയും പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിലും അവർക്ക് എന്ത് സംഭവിക്കും, അതുകൊണ്ട് എന്താണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള പല മെറ്റീരിയൽസ് കൺസിസ്റ്റിംഗ് ഓഫ് മോളിക്യൂൾസ്. അപ്പൊ മോളിക്യൂൾസിന് ഇങ്ങനത്തെ അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ആ മെറ്റീരിയലിന് എന്ത് സംഭവിക്കുന്നു, അല്ലാത്ത സമയം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഈ ഡൈപോൾ മൊമെന്റ് സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ പ്രോബ്ലം ആണ്. എക്സാമ്പിൾ 1.10. ഈ പ്രോബ്ലം നോക്കാം. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ഓൺ ദ ആക്സിസ് ആൻഡ് ഫീൽഡ് ഡ്യൂ ടു ഇക്വറ്റോറിയൽ പ്ലെയിൻ, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അത് യൂസ് ചെയ്യാൻ പോകണം ഇവിടെ. 2 charges plus or minus 10 microcoulomb are placed 5 millimeter apart. നോക്കിക്കേ, രണ്ട് ചാർജസ് +10 മൈക്രോകൂളമ്പും -10 മൈക്രോകൂളമ്പും 5 മില്ലിമീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് -10 മൈക്രോകൂളമ്പും 10 മൈക്രോകൂളമ്പും എന്താണ് 5 മില്ലിമീറ്റർ അപ്പാർട്ട് വെച്ചിരിക്കുകയാണ്. Determine the electric field at a point P on the axis of the dipole 15 cm away from the center O on the side of the positive charge as shown in figure 1.21. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഡിസ്റ്റൻസിന്റെ പകുതി, ഇത് പ്ലസ് മൈനസ് ആയതുകൊണ്ട് ഈ -10ഉം +10ഉം കൂടി ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. ആ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും അതേ ആക്സിസിൽ 15 സെന്റിമീറ്റർ അവേ, അത് ഇവിടം വരെ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് പി. ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ്. ഈ പി എന്ന് പറയുന്നത് ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും 15 സെന്റിമീറ്റർ അകലെയാണ്. അവിടെയുള്ള ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഡൈപോൾ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തേത് നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ക്യൂ ദാറ്റ് ഇസ് 15 സെന്റിമീറ്റർ അവേ ഫ്രം O on a line passing through and normal to the axis of the dipole. രണ്ടാമത്, അപ്പൊ ഇവിടെ നമുക്ക് വി ഹാവ് ടു അപ്ലൈ ഫോർമുല ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ഓൺ ദ ആക്സിസ്. ആക്സിസിന്റെ അതേ പോയിന്റ് ആണല്ലോ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കേസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ പോയിന്റ് വിച്ച് ഇസ് പോയിന്റ് ക്യൂ ദാറ്റ് ഇസ് 15 സെന്റിമീറ്റർ അവേ ഫ്രം O. അത് ഈ ഡൈപോളിന്റെ, ഇതാണ് ഡൈപോൾ, ദീസ് ടു ചാർജസ് ആർ ക്രിയേറ്റിംഗ് ഡൈപോൾ. ഡൈപോളിന്റെ സെന്റർ ആണ് O, മിഡ് പോയിന്റ്. ആ സെന്റർ ഓഫ് ദ ഡൈപോളിൽ നിന്ന് 15 സെന്റിമീറ്റർ അവേ ആയിട്ട് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. ആൻഡ് അപ്പം ആ 15 സെന്റിമീറ്റർ അവേ ഉള്ള പോയിന്റിന്റെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ഓയിലൂടെ പാസ് ചെയ്യുന്നു ആൻഡ് നോർമൽ ടു ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന് നോർമൽ ആയിട്ടൊരു ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് ത്രൂ സെൻട്രൽ നിന്ന്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് അവേ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 15 സെന്റിമീറ്റർ. ഇത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 15 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. അപ്പൊ ഇത് രണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം, ഓരോന്നായിട്ട് ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ടു പോയിന്റ് കൊണ്ട് ആക്സിസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി നമ്മളുടെ ഫോർമുലയൊക്കെ ഉണ്ട്. ബട്ട് എന്നാൽ കൂടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിറൈവ് ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെയും കൂടെ നമുക്ക് ഈ സ്റ്റെപ്സ് വെച്ച് കണ്ടുപിടിക്കാം. സി വി ഓൾറെഡി ഹാവ് അവർ ഇൻബിൽറ്റ് ഫോർമുല, എന്നാലും നമ്മളത് ഫൈനലി ഒന്നുകൂടെയും കൂടെ ഇനീഷ്യലി ഒന്നുകൂടെയും കൂടെ നോക്കാം. അപ്പം ആ ഡെറിവേഷൻ ഒന്നുകൂടെയും കൂടെ കാണുന്ന എഫക്റ്റ് പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ +10 എന്ന് പറയുന്ന +10 മൈക്രോ കൂളംബ് എന്ന് പറയുന്ന ആ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ലെറ്റ് us നെയിം ഇറ്റ് ആസ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അത് ഈ 10 മൈക്രോ കൂളംബ്. അത് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇക്വേഷൻ Q/4πε0 ഇൻറ്റു എന്ത് ചെയ്യണം, ഇവരുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ അത്രയും ഡിസ്റ്റൻസ് മതി. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുന്ന് ഇവിടെ ഡൈപോൾസിന്റെ ഡിസ്റ്റൻസ് 5 മില്ലിമീറ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത്, അല്ലെ? 5 മില്ലിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഇതെന്ന് പറയുന്നത് വിൽ ബി 2.5 മില്ലിമീറ്റർ. ഓക്കെ, 2.5 മില്ലിമീറ്റർ. സോ നമ്മളുടെ 2a ആണ് ഇത് 5 മില്ലിമീറ്റർ. സോ എ എന്ന് പറയുന്നത് 2.5 മില്ലിമീറ്റർ ആയിരിക്കും. സോ 2.5 മില്ലിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 2.5 × 10⁻³ അല്ലെങ്കിൽ നമുക്ക് സെന്റിമീറ്ററിൽ ഇടാം. ഓക്കെ, വിൽ പുട്ട് ഇറ്റ് ആസ് സെന്റിമീറ്റർ. വിൽ പുട്ട് ഇറ്റ് സെന്റിമീറ്ററിൽ ഇടുവാണെങ്കിൽ വി ഹാവ് സെന്റിമീറ്ററിൽ ഇടണ്ട, നമുക്ക് മീറ്ററിലേക്ക്, മില്ലിമീറ്ററിന് മീറ്ററിലേക്കല്ലേ വേണ്ടത്. സോ 10⁻³ മീറ്റർ. ആൻഡ് നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇവിടുത്തെ R എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ അവേ ആണെന്ന് തന്നിട്ടുണ്ട് ഫ്രം ദ സെന്റർ ഓഫ് ഡൈപോൾസ്. സോ 15 × 10⁻² മീറ്റർ. അപ്പൊ നമുക്ക് ഈ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ബി ആൻഡ് പോയിന്റ് പി എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് R-a² ഇപ്പൊ ഇവിടെ എല്ലാം വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. Q എന്ന് പറയുന്നത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇട്ട് എടുക്കുന്നത്. സോ 10 മൈക്രോ കൂളംബ്. മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ 10⁻⁻6. 10⁻⁻6 ഡിവൈഡഡ് ബൈ 4πε0യുടെ വാല്യൂ 8.854 × 10⁻⁻12 ഇൻറ്റു, ഇനി R-a എന്ന് പറയുന്നത് 15 × 10⁻⁻2 മൈനസ് 2.5 × 10⁻⁻3 the whole square. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ what will you get, 4.13 × 10⁻6 ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് വരും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നോക്കുക. ഇവിടെ നമുക്ക് അതിന്റെ ഡയറക്ഷനെ കുറിച്ച് നോക്കാം. സോ ഇത് പോസിറ്റീവ്, ഇവിടെയും ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനുഭവപ്പെടുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. That will be away from the positive charge, force of repulsion ആയിരുന്നു. That is, it will be ഫോഴ്സിന്റെ ഡയറക്ഷൻ പറയുന്നത് B to P ആയിരിക്കും. So it will be along B to P. So BP. ഇതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു -10 മൈക്രോ കൂളംബ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ എടുക്കുന്നത്. സോ ഈ -10 മൈക്രോ കൂളംബ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ Q/4πε0. അപ്പൊ ഡിസ്റ്റൻസ് എത്ര വരും അവിടെ നോക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കി, ഇവിടുന്ന് ഇവിടം വരെയുള്ള 15, അതിന്റെ കൂടെ ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എത്രയാണ്, 2.5 മില്ലിമീറ്ററും കൂടി കൂട്ടണം. ദാറ്റ് ഈസ് R+a² വരും അവിടെ, അല്ലെ? R+a². സോ ദിസ് വിൽ ബി, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ 10 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 4π × 8.854 × 10⁻⁻12 into R+a, 15 × 10⁻⁻2 plus 2.5 × 10⁻⁻3 the whole square. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ you will get it as 3.86 × 10⁻6 ന്യൂട്ടൺ പെർ കൂളംബ്. ഇനി നമുക്ക് അതിന്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം.
ഇപ്പൊ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇത് മൈനസ് ആണ്, ഇവിടെ ഒരു പ്ലസ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവുള്ളൂ. സോ ഇതിന്റെ ഡയറക്ഷൻ വിൽ ബി ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇങ്ങോട്ട്, ദാറ്റ് ഈസ് ഫ്രം പി ടു എ ആയിരിക്കും, എലോങ് പി എ. അപ്പൊ നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു. ഒരെണ്ണം എങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടുള്ളത്, ഇത് പ്ലസ് ചാർജ് കാരണം ഉള്ളത്, ഈ +10 കാരണം ഇങ്ങോട്ടും, ഈ -10 കാരണം ഇങ്ങോട്ടും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ആർക്കാണെന്ന് നോക്കിക്കേ, മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ രണ്ടിന്റെ പവർ സെയിം ആണ്. ഇത് 10⁶, ഇത് 10⁶ ആണ്. അപ്പൊ ഇത് 4.13 ആണ് ഈ +10, ഇത് 3.86 ആണ്. അപ്പൊ കൂടുതൽ ആരാണ്, മാഗ്നിറ്റ്യൂഡിൽ കൂടുതലുള്ള ആള് ഈ പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജിനെക്കാട്ടും കൂടുതൽ. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പോയിന്റിങ് അലോങ് പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും, അലോങ് BP തന്നെ ആയിരിക്കും. അതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്താണ്, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഉണ്ട്. നെറ്റ് വരുന്നത് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. സോ ദ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുന്നത് വിൽ ബി ഈ +10 മൈനസ് ഈ -10, വിച്ച് വിൽ ബി, നമ്മളത് 4.13 into 10⁶ മൈനസ് 3.86 into 10⁶ ചെയ്യുമ്പോൾ you will get it as 2.7 into 10⁵ Newton per coulomb ആയിരിക്കും. And that will be pointing along BP. ഓക്കെ, BP എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഈ എക്സാമ്പിളിൽ നമ്മളുടെ R/A റേഷ്യോ എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് നമ്മളുടെ R/A എന്ന് പറഞ്ഞ റേഷ്യോ നോക്കുക. വാട്ട് ഇസ് R/A? ഇഫ് യു ടേക്ക് R/A, അത് R/A എടുക്കുകയാണെങ്കിൽ R 15 സെന്റിമീറ്റർ ആണ്, 15 to 10⁻², ആൻഡ് A എന്ന് പറയുന്നത് 2.5 ആണ് അല്ലെ, 2.5 into 10⁻³ ഇത് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 60. ഓക്കെ, ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ 1-നെക്കാട്ടിയും ഭയങ്കര കൂടുതലാണല്ലോ. ഓക്കെ, 1-നെക്കാട്ടിയും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. R is, you can say that here you could say that R is much greater than, see, R is 60A അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം R is much greater than A എന്ന് പറയുന്ന ഒരു രീതിയിൽ ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഫാർ അവേ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ എന്നുള്ള കൺസെപ്റ്റ്, അത് ഫോർ R much greater than A നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ 4QA ഡിവൈഡഡ് ബൈ 4πε0 r³ ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ വെക്ടർ P എന്ന് പറയുന്നത് 2QA ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 2P ഡിവൈഡഡ് ബൈ 4πε0 r³ ആയിരുന്നു. ആ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഫോർ എ ഫാർ അവേ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ള ആ സെയിം ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ സെയിം റിസൾട്ട് കിട്ടും. ഓക്കെ, ആൻഡ് ഈ കേസിൽ നമ്മളുടെ വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കുക, ഇലക്ട്രിക് ഫീൽഡും ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും പ്രൊപ്പോർഷണൽ ആണ്, അതായത് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കാം. സോ ഇറ്റ് വിൽ ബി പോയിന്റ്, അതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാം, ഇലക്ട്രിക് ഫീൽഡ് പിയുടെ അതേ ഡയറക്ഷനാണ്. ആൻഡ് പിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം -Q to +Q ആണ്. സോ റിസൾട്ടിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആ ഡയറക്ഷൻ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ പി എന്താന്ന് കണ്ടുപിടിച്ചാൽ മതി. പിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം അതിനു വേണ്ടി, ബിക്കോസ് നൗ വി ആർ ഗോയിങ് ടു അപ്ലൈങ് ദിസ് ഫോർമുല. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി പിയുടെ മാഗ്നിറ്റ്യൂഡ്, പി എന്ന് പറഞ്ഞാൽ 2Q അല്ലേ മാഗ്നിറ്റ്യൂഡ്. സോ 2, രണ്ട് ചാർജസും സെയിം ആണല്ലോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 10 into 10⁻⁻6, A എന്ന് പറയുന്നത് 2.5 into 10⁻³ ആണല്ലോ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5 into 10⁻⁸ കൂളം മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്കിനി ഈ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടുപിടിക്കാം. സോ ദറ്റ് ഈസ് 2P. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, 4πε0 r³. സോ 2 into P എന്ന് പറഞ്ഞാൽ 5 into 10⁻⁻6 ഡിവൈഡ് ബൈ 4 into pi into 8.854 into 10⁻12
പിന്നെ R എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ഡൈപോൾ ടു ദ പോയിന്റ് P. ഇന്ന് 15 ആണ് തന്നിട്ടുണ്ട്. 15 to 10 power minus 2 the whole cube. So ഇത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് us 2.6 into 10 power 5 ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് കിട്ടും. ആൻഡ് അതെന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലാണ്. ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ എന്ന് പറയുന്നത് it will point from minus charge to plus charge, that is along AB. ആ ഡയറക്ഷനിലേക്കായിരിക്കും അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനി കമ്പയർ ചെയ്തേ, ഇവിടെയും ഇവിടെ നമുക്ക് എത്ര, നമ്മൾ രണ്ട് സെപ്പറേറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നതും ഫോർ ആർ മച്ച് മച്ച് ഗ്രേറ്റർ തന്നെ നമുക്ക് ഈ ഫോം ആയതുകൊണ്ട് നമുക്ക് ഈ ഫോമിൽ യൂസ് ചെയ്തും ചെയ്യാം. അപ്പൊ ആ ഫോമിൽ യൂസ് ചെയ്ത് ഇവിടെ ആദ്യം കിട്ടിയ 2.7 to 10 power 5, ഇവിടെ 2.6 into 10 power 5, ഒരു ചെറിയ പോയിന്റ് വ്യത്യാസമുള്ളൂ, പക്ഷെ പവർ സെയിം ആണ്. ആൻഡ് ഡയറക്ഷനും കണ്ടു, നമ്മൾ കണ്ടുപിടിച്ച് അലോങ് ബി പി എന്ന് പറയുന്നത് അലോങ് എ ബി എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനാണ് അല്ലേ? കറൻസ് നോക്കിക്കേ, അലോങ് ബി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പോയിന്റിങ് ഹിയർ, എ ബി എന്ന് പറയുന്നത് അതേ ഡയറക്ഷനാണ്. സോ അത് ഒരേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഈ പ്രോബ്ലം ഒന്ന് നോക്കുക. അതായത് നമ്മളുടെ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഒരു പോയിന്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഒന്നുകൂടെ കൂടെ എല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ അങ്ങനെയുള്ളത് ഡയറക്റ്റ് ആയിട്ട് തന്നെ, ഇവിടെ വേറെ അങ്ങനെ കാര്യമില്ല. ഇതും കൂടെ ഒന്നുകൂടെ നമ്മൾ കേൾക്കുമ്പോൾ, അതായത് നമ്മൾ ആ ഡെറിവ് ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാതെ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഓൾറെഡി ഫീൽഡ് ഡ്യൂ ടു ആൻ ഇക്വറ്റോറിയൽ പോയിന്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് അല്ലെ? വി ഹാവ് ദാറ്റ് ഫോർമുല 2pr by minus p by 4pi epsilon naught into 1 by a squared plus r squared the whole power 3/2. But rather than putting that formula, നമ്മൾ ഒന്നുകൂടെയും കൂടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടുപിടിച്ച് നമ്മളിത് ചെയ്യും. സോ നിങ്ങൾക്ക് ആ ഒരു തിയറി നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള ആ സ്റ്റെപ്പ് ഒന്നുകൂടെയും കൂടെ ഈ എക്സാമ്പിളിലൂടെ കുറച്ചും കൂടി ക്ലിയർ ആവും. വേണമെങ്കിൽ ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ഫൈനൽ റിസൾട്ട് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ സ്റ്റെപ്പിലൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെയും കൂടെ നമ്മൾ ലാസ്റ്റ് കേട്ട ആ സ്റ്റെപ്സ് എല്ലാം ഒന്നുകൂടെയും കൂടെ നമുക്ക് ബൈഹെർട്ട് ആക്കാൻ പറ്റും. അപ്പം അതിനുവേണ്ടി, അല്ലെങ്കിൽ എന്താ, നമുക്ക് ഡയറക്റ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ഫോർമുല ഇതിന് യൂസ് ചെയ്യാം. അതുപോലെ നേരത്തെ ഈ പ്രോബ്ലത്തിനും വി ഹാവ് അവർ ഈ പ്രോബ്ലത്തിനും നമുക്ക് ഓൾറെഡി നമ്മളുടെ ഈ ഫോർമുല ഉണ്ട്. ദറ്റ് ഈസ് ഫോർ എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഇറ്റ് ഈസ് 2pr by 4pi epsilon naught r square minus a square the whole square വേണമെങ്കിൽ ഇടാം. പക്ഷെ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെയും കൂടെ അത് ഡിറൈവ് ചെയ്ത കംപ്ലീറ്റ് സ്റ്റെപ്സ് നമ്മൾ ഒന്നുകൂടെയും കൂടി നമുക്ക് റീകോൾ ചെയ്യാൻ സാധിക്കും അല്ലെ? അതുകൊണ്ടാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഡയറക്റ്റ്ലി നമ്മളുടെ ഈ ഫോർമുല, ഏത് ഫോർമുല ആണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മളുടെ ഈ ഫോർമുല, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ പോയിന്റ് ഓൺ ദ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഫോർമുല ഉണ്ടോ, -p by 4pi epsilon naught into a square plus r square the whole power 3/2. ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാര്യം പിക്ക് 2q എയുടെ ആറിന്റെ ഒക്കെ വാല്യൂ ഇതിൻ്റെ അകത്തുണ്ട്, അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. പക്ഷെ അതല്ലാതെ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെയും കൂടി സ്റ്റെപ്സ് റീകോൾ ചെയ്യാം എന്നുള്ളതാണ് ബെനിഫിറ്റ് കേട്ടോ. അപ്പൊ നോക്കാം, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ -10 എന്ന് +10 നോക്കാം. +10 മൈക്രോ കൂളംബ് കാരണം ഈ Q എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ, ഈ +10 മൈക്രോ കൂളംബ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു Q by 4pi epsilon naught into, ഇനി ഇതിന്റെ സ്ക്വയർ, പൊസിഷന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 ആണെന്ന് അറിയാം. ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയാം 15 സെന്റിമീറ്റർ ആണ്, ഇതെന്ന് പറഞ്ഞാൽ 2.5 millimeter ആണെന്ന് നമുക്കറിയാം. അപ്പം അപ്പോഴത്തേക്കും നമുക്ക് ഇത് വേണം, ഇത് എത്രയാണെന്നാണ് അറിയേണ്ടത്. ഇതുപോലെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുല നമുക്ക് അറിയാം. ഓക്കെ, സോ ദിസ് ഇസ് R അല്ലെ? അപ്പം നമുക്ക് ഓൾറെഡി ഫോർമുല അറിയാവുന്നതുകൊണ്ട് നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ, നമുക്ക് ഈ സൈഡിന്റെ ഇതിന്റെ സ്ക്വയറിന്റെ വാല്യൂ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വാട്ട് എവർ വി റിക്വയർഡ് ഈസ് സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ തന്നെയാണ്, ദാറ്റ് ഈസ് R square plus A square തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ദാറ്റ് ഈസ് Q എന്ന് പറയുന്നത് 10 into 10⁻⁻6 divided by 4pi
8.854 into 10 power minus 12 into R എന്ന് പറഞ്ഞാൽ 15 into 10 power minus 2 plus A എന്ന് പറഞ്ഞാൽ 2.5 into 10 power minus 3. അതിന്റെ സ്ക്വയർ എടുക്കണേ. ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് A സ്ക്വയർ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ you will get it as 3.99 into 10 power 6 Newton per coulomb. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? നമുക്ക് ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ നോക്കുക. നമ്മുടെ +10 കാരണം അവിടെ ഉണ്ടാകുന്നില്ലേ, ഇതെന്ന് പറയുന്നത് പ്ലസ് ആണ്. ഇവിടെ ഒരു പ്ലസ് വെച്ച് കഴിഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി അലോങ് ഈ ഡയറക്ഷനിലായിരിക്കും. സോ ദാറ്റ് വിൽ ബി അലോങ് ഡയറക്ഷൻ നോക്കുമ്പോൾ അലോങ് BQ എന്ന് നമുക്ക് പറയാം. ദാറ്റ് വിൽ ബി അലോങ് BQ. ഇനി സിമിലർലി -10 കാരണം ഉണ്ടാവുന്ന ചാർജ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. -10 മൈക്രോ കൂളംബ് കാരണം ഉണ്ടാവുന്ന ക്യൂവിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ബൈ Q by 4πε0 into R square plus A squared ആണ്. ബിക്കോസ് ഈ രണ്ട് ഇതിന്റെ അതേ വാല്യൂ തന്നെയായിരിക്കും ഇതിനും. സോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സെയിം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുത്താൽ മതി. സോ എന്റെ മാഗ്നിറ്റ്യൂഡ് 3.99 സെയിം റിസൾട്ട് കിട്ടും, 10 power 6 Newton per coulomb. ആൻഡ് ഇനി അതിന്റെ ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. നോക്കുക, ഇതെന്ന് പറയുന്ന ഒരു മൈനസ് ചാർജ് ആണ്. ആൻഡ് ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിന് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അത് ഈ ക്യൂബിന് ഈ -10ലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അവിടെ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി എല്ലാം ഇങ്ങോട്ടായിരിക്കും. സോ QA ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ, ഫ്രം Q to A ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി QA. അപ്പൊ നോക്കുക, നമുക്ക് രണ്ട് ഇലക്ട്രിക് ഫീൽഡ്സും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ഷനും എന്താണെന്നുള്ളതും കിട്ടണം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ടും ആണ്. അപ്പൊ ആ ഓരോ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യും. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും പോകും. ഇങ്ങോട്ട്. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതായത് നമ്മളുടെ അലോങ് BQയിലുള്ള നമ്മുടെ ഈ ഇതെന്ന് പറയുന്നത് ഈ +10 മൈക്രോ കൂളംബ്, അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഇങ്ങോട്ടും വരും. അതുപോലെ ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ -10 മൈക്രോ കൂളംബ്, അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. വൺ വിൽ ബി അലോങ് ഹിയർ ആൻഡ് ദ അതർ വിൽ ബി അലോങ് ഹിയർ. അപ്പം ഈ കമ്പൗണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യും. നെറ്റ് കമ്പൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാത്രമേ കാണുള്ളൂ. ഓക്കെ, നെറ്റ് കമ്പൗണ്ട് ഇങ്ങോട്ട് മാത്രമേ നെറ്റ് കമ്പൗണ്ട് കാണുള്ളൂ. ആൻഡ് ആ നെറ്റ് കമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കോസ് കമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, സോ കോസ് കമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മുടെ കോസ് തീറ്റ എടുക്കുക. സോ അവിടെ വരുന്ന ആ ആംഗിളും നമ്മളുടെ ഈ ആംഗിൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പം ഈ ഫിഗറിന്റെ അകത്ത് യു ക്യാൻ കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഓക്കെ, ബിക്കോസ് ആ ആംഗിളും അവിടെ വരുന്ന ആ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ ആംഗിളും ആ ആംഗിളും തീറ്റ ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിളിന്റെ അകത്ത് നിന്നും നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് കോസ് തീറ്റ എത്രയാണെന്ന് എടുക്കാം. ബിക്കോസ് കോസ് കമ്പൗണ്ട്സ് ആണ് ഇവിടെ ഇനിയിപ്പം ആഡപ്പ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, അപ്പൊ നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ഇങ്ങോട്ടാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് പോയിന്റ്സ് അലോങ് B to A. അലോങ് BA ആണ് അത് പോയിന്റ് ചെയ്യുന്നത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് BA. അപ്പൊ അവിടെ കോസ് കമ്പൗണ്ട്സ് മാത്രമാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ. ഇറ്റ് ഈസ് ദ കോസ് കമ്പൗണ്ട്സ് വിച്ച് ഈസ് ആഡിങ് അപ്പ്. -10 മൈക്രോ കൂളംബും അതിന്റെയും കൂടെ ആഡ് ചെയ്യുക. രണ്ട് +10 മൈക്രോ കൂളംബിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്യും. പക്ഷെ അതിന്റെ കോസ് കമ്പൗണ്ട് ആണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. -2 മൈക്രോ കൂളംബിന്റെ കോസ് തീറ്റയും ഈ -10 മൈക്രോ കൂളംബിന്റെ കോസ് തീറ്റ കമ്പൗണ്ട്സും തമ്മിലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അലോങ് BA ഡയറക്ഷനിലാണ് അത് വരുന്നത്. സോ
നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സോ നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കോസ് തീറ്റ പുറത്തെടുക്കാം. കോസ് തീറ്റ ഇൻറ്റു പിന്നെ -10 E+10ന്റെ വാല്യൂം കൂടി ആഡ് ചെയ്താൽ മതി. E+10ന്റെയും കൂടി വാല്യൂ നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പൊ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിളിന്റെ അകത്ത് നിന്ന്, അത് ഈ QAO എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിന്റെ അകത്ത് നമുക്ക് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് OA അല്ലെങ്കിൽ AO ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന AQ ഡിസ്റ്റൻസ് എടുത്താൽ മതി. AO എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 10⁻³ ആണ്. ആൻഡ് AQ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. 15 ഇൻറ്റു 15 അല്ലല്ലോ, AQ എന്ന് പറയുന്നത് എത്രയാണ്? AQ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് ഇസ് ഗിവൺ ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളുടെ 15 സ്ക്വയർ പ്ലസ് അല്ലേ? ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയറും മറ്റേ സൈഡ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് മതി. അപ്പം ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സോ സ്ക്വയർ റൂട്ട് ഓഫ് 15 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ പ്ലസ് 2.5 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ. ഇതാണ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോസ് തീറ്റയ്ക്ക് പകരം യു ഹാവ് 2.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 15 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ പ്ലസ് 2.5 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ. ആൻഡ് ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ summation, that is 3.99 into 10⁻6 plus 3.99 into 10⁻6. So ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത് 1.33 into 10⁻5 ന്യൂട്ടൺ പെർ കൂളം ആൻഡ് ദാറ്റ് ഈസ് അലോങ് BA. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇവിടെയും എന്താണ് സെയിം അല്ല, ആറും എ ഒക്കെ സെയിം ആണ്. സോ ഹിയർ ഓൾസോ ആർ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ. സോ നമുക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇസ് ഫോർ വെൻ ദ ഡിസ്റ്റൻസ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ, നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഫോർ എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇസ് ഈക്വൽ ടു -P/4πε0r³ എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. സോ ഈസ് ഈക്വൽ ടു, നമുക്ക് മാഗ്നിറ്റ്യൂഡ് നോക്കാം, P/4πε0r³. സോ പിക്ക് പകരം ഇറ്റ് വിൽ ബി 2QA ഡിവൈഡഡ് ബൈ 4πε0r³. ഈ 2Qയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു ലാസ്റ്റ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട്. 5 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 8.854 ഇൻറ്റു 10⁻12 ഇൻറ്റു r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 10⁻² ദ ഹോൾ ക്യൂബ്. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1.33 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ പെർ കൂളം. ഓക്കെ, ആൻഡ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് ഉണ്ട് ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്കത് ഇത് ഡയറക്ഷൻ നമ്മളോട് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈസ് -P/4πε0r³ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ കൂടി ഇതിന്റെ ഇക്വേഷൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം, ഇറ്റ് വിൽ ബി പോയിന്റിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ഡൈപോൾ. സോ ആക്ച്വലി ദിസ് വിൽ ബി 1.33 10⁻5 ന്യൂട്ടൺ കൂളം അലോങ് വെക്ടർ P ആയിരിക്കും. ഓക്കെ, അലോങ് വെക്ടർ P. ആൻഡ് യു നോ യൂണിറ്റ് വെക്ടർ അലോങ് P വിച്ച് ഇസ് പോയിന്റിങ് ഫ്രം P എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്? P is pointing from നോക്കിക്കേ, ഡൈപോൾ മൊമെന്റ് മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കല്ലേ. സോ എയിൽ നിന്നും ബിയിലേക്കാണ് P പോയിന്റ് ചെയ്യുന്നത്. എല്ലാം A to B, ദാറ്റ് മീൻസ് എല്ലാം AB. അതാണ് P
പിയുടെ ഡയറക്ഷൻ. അപ്പൊ ഇത് പി മൈനസ് പി ആണ്. മൈനസ് പി എന്ന് പറയുമ്പോൾ മൈനസ് പി മൈനസ് യൂണിറ്റ് വെക്ടർ പി ആണ് ഇതിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ വൃത്തിയായിട്ട് മൈനസ് യൂണിറ്റ് വെക്ടർ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് എഴുതുവാണെങ്കിൽ 1.33 ഇൻറ്റു 10⁵ എലോങ് മൈനസ് പി എന്നുള്ളതാണ് ഇതിന്റെ ഡയറക്ഷൻ. അപ്പൊ പി എന്ന് പറയുന്നതാണ് എന്ത്, പി പോയിന്റ്സ് ഫ്രം എ ടു ബി. ഇപ്പൊ മൈനസ് പി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എലോങ് ബി എ. സോ ഇവിടെ കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ കൂടെ ഈ രണ്ട് കേസസ് ചെയ്തപ്പോഴും വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് ആ ഹോൾ പ്രോസസ് ചെയ്തു. rather than that സിംപ്ലി നമുക്ക് ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ ചെയ്തത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്. അത് മാത്രമല്ല, നമുക്ക് ഒന്നുകൂടെയും കൂടെ അത് കാണുമ്പോൾ യു കുഡ് ഓൾസോ റീകോൾ ദ സ്റ്റെപ്സ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഫോമിൽ യൂസ് ചെയ്യുന്ന ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സോ താങ്ക് യു.